ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാവരും ദൈവസൃഷ്ടികളാണ്. ദൈവഹിതം ഈ ഭൂമിയിൽ ചെയ്യുവാനായി ആ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മാനസാന്തരവും പുതിയ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എന്ന വിഷയമാണ്. ആധാരമായി ഒരു വാക്യം വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. എഫേസ്യരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ആധാരവാക്യം ഒന്നുകൂടി വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. എഫേസ്യരുടെ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ അധ്യായം. പ്രിയരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവവേലയിൽ ഉത്സാഹമുള്ളവരായി തീരാനാണ്. ദൈവത്തിന്റെ വിളി നിരസിക്കുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. അപ്രകാരം നാം ദൈവവിളി നിരസിക്കുകയാണെങ്കിൽ നിഗളവും വ്യർത്ഥതയും നിലനിർത്തുന്നവരായി മാറും. അങ്ങനെ വന്നാൽ നമ്മുടെ ആത്മാവിനെ ഒടുവിൽ നമുക്ക് നഷ്ടമാവുക തന്നെ ചെയ്യും. വളരെ കുറച്ചു പേർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് തിരുവചനം പറയുന്നുണ്ട്. കാരണം വിളിക്കപ്പെട്ടവരിൽ അധികം പേരും നിത്യജീവന് അനർഹരെന്ന് സ്പഷ്ടമായി സ്വയം തെളിയിക്കപ്പെടും. നമ്മളാൽ തന്നെ നമ്മളങ്ങ് തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ അവർക്ക് യാതൊരു പങ്കും ഉണ്ടാകുകയില്ല. മാത്രമല്ല, അവരുടെ ഓഹരി സാത്താനോടുകൂടെ 2-ാം മരണത്തിന്റെ അനുഭവം ആയിരിക്കും. എന്നാൽ നമ്മൾ മനസ്സുവെച്ചാൽ ഈ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നമുക്ക് സാധിക്കും. നാം എല്ലാവരും പാപികളാണ്. പാപത്തിന്റെ ജനയിതാവ് തന്നെ സാത്താനാണ്. പാപം ചെയ്യാൻ ഒരാൾക്കും ഒരു ന്യായവും ഇല്ല. പാപം ചെയ്യാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആ പാപം ചെയ്യുക എന്നത്, അല്ലെങ്കിൽ പാപം എന്നത് ആനന്ദകരവും ആകർഷകവുമാണ്. അതുകൊണ്ട് തന്നെ നാം അറിയാതെ നാം അതിൽ അകപ്പെട്ടു പോകുന്നു. ദോഷത്തിലേക്ക് ആകർഷിക്കപ്പെടും വിധം സാത്താൻ പരീക്ഷകളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം ദൈവം ആദാമിന്റെ കാലം മുതൽ മനുഷ്യന് നൽകിയിട്ടുള്ളതിനാൽ മനുഷ്യർ പാപത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ അവർ നടത്തുന്നു. എന്നാൽ പാപത്താൽ മരിക്കാതിരിക്കേണ്ടതിന് നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. അപ്പോൾ മാനസാന്തരം എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കാം. അധികം പേരും ആഗ്രഹിക്കുന്നു ഈ മാനസാന്തരം. എങ്കിലും ആരും അഭിനന്ദിക്കാത്ത, ആരും പ്രകീർത്തിക്കാത്ത ഒരു കാര്യമാണ് മാനസാന്തരം എന്നത്. ഈ മാനസാന്തരം ദൈവവചനത്താൽ സാധ്യമാകും. നാം ദിവസവും തിരുവചനത്തെ ശോധന ചെയ്യുന്നവരായി മാറുകയാണെങ്കിൽ നമുക്കും യഥാർത്ഥ മാനസാന്തരം സാധ്യമാകും. പാപത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സിന് മാറ്റം വരുത്തുന്നതും ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതും ഒരു ചെറിയ കാര്യമല്ല. ആ സുവിശേഷ വേല ഒരു വലിയ വേല തന്നെയാണ്. ദൈവകൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ട് ആത്മാക്കൾ ദിവ്യ സ്നേഹത്താൽ നിറയപ്പെടുകയും സ്വർഗീയ രഹസ്യങ്ങൾ, ദൈവസ്നേഹവും ദൈവകൃപയും നമ്മിൽ നിറയുമ്പോൾ സ്വർഗത്തിലെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരും. ആ സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വന്ന് നമ്മളിൽ എത്തുമ്പോൾ, ഈ സ്വർഗീയ രഹസ്യങ്ങളെ നാം അറിയുമ്പോൾ നമ്മുടെ പഴയകാല ജീവിതം അരോചകമായിട്ട് നമുക്ക് തോന്നിയിട്ട് നമുക്ക് ആ ജീവിതത്തോട് വെറുപ്പ് തോന്നും. അതായത് നമ്മളിലുള്ള പാപത്തോട്, നമ്മൾ ചെയ്യുന്നതായ ആ പാപത്തോട് നമുക്ക് വെറുപ്പുളവാകും. അപ്രകാരം സ്വർഗീയ രഹസ്യ മർമ്മങ്ങളെ പ്രാപിക്കുന്നവർ പാപത്തെ വെറുത്ത് അവരുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ തുറന്നു നൽകുകയും ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യുന്നവരായി മാറുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ അണിയുന്നവരായി, ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ പൂർവ്വകാല ആസ്വാദനങ്ങളെ, അതായത് പൂർവ്വകാലത്തിൽ അവർ ഈ പുതിയ സൃഷ്ടിയാകുന്നതിന് മുൻപ് അവരെന്തൊക്കെ കാര്യങ്ങളാണോ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ചുകൊണ്ടിരുന്നത്, അവയെ ഒക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് പുതിയ മനസ്സിന് ഉടമകളായി മാറുകയും പുതിയ ഭാവങ്ങള്, പുതിയ താല്പര്യങ്ങള്, പുതിയ ഇച്ഛകള്, പുതിയ സന്തോഷങ്ങള്, പുതിയ ആഗ്രഹങ്ങള്, പുതിയ ദുഃഖങ്ങളും സന്തോഷവും സ്നേഹവും ഒക്കെ അവർക്ക് എല്ലാം, അവരുടെ അനുഭവങ്ങളെല്ലാം പുതിയവയായിട്ട് മാറുന്നു. ഒരിക്കൽ അവർക്ക് അറിവില്ലാതിരുന്ന സ്വർഗത്തെക്കുറിച്ച് ആ പുതിയ സ്നേഹത്തിൽ, ആ പുതിയ മനസ്സിനാൽ, പുതിയ ഭാവത്താൽ അവർ സമൃദ്ധമായി മനസ്സിലാക്കുന്നു. സ്വർഗത്തെ അവരുടെ ഭാവി ഭവനമായി അവർ കണക്കാക്കുന്നു.
സ്വന്തം രക്തം കൊണ്ട് തങ്ങളെ രക്ഷിച്ചവനെ അവിടെ കാണാം. അതായത് ആ പുതിയ ഭവനത്തിൽ നിത്യതയിൽ കാണാം, ആ നിത്യരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ കാണാമെന്ന പ്രത്യാശയിൽ ഈ മാനസാന്തരപ്പെട്ടവർ ഈ ലോകത്തിൽ ജീവിച്ചു വരുന്നു. മാനസാന്തരത്താൽ ഇത്രയും നന്മകൾ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇനി ഒട്ടും താമസിക്കേണ്ടതില്ല. നാം എല്ലാവരും മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി മാറി സ്വന്തം രക്തത്താൽ നമ്മെ രക്ഷിച്ച യേശുവിനെ നേരിൽ കാണുവാനായി നമുക്കൊരുങ്ങാം. അതിനായി ഇന്നേ ദിവസം ഈ വചനത്താൽ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനീതിമാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ കർത്താവേ സ്തോത്രം. ഈ ദിവസത്തിന്റെ പ്രാരംഭത്തിൽ കർത്താവേ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സന്നിധിയിലേക്ക് തലകളെ വണങ്ങുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങളുടെ പാട്ടുകളോടും പ്രാർത്ഥനകളോടും വചന പഠനത്തോടും ഒക്കെ അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നന്മകളാൽ അടിയങ്ങളെ വഴി നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് അടിയങ്ങളെ നയിച്ചില്ല എങ്കിൽ, അവിടുന്ന് അടിയങ്ങളെ കരുതിയില്ല എങ്കിൽ കർത്താവെ അടിയങ്ങൾക്ക് ആർക്കും ഈ ഭൂമിയിൽ ജീവിപ്പാൻ സാധിക്കുകയില്ല. പച്ച സ്തോത്രം. അവിടുത്തെ വൻ കരുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. നന്ദിയുള്ള ഹൃദയങ്ങളുള്ളവരായി കർത്താവെ അങ്ങേ മുഖത്ത് നോക്കി ജീവിപ്പാൻ കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവെ ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഈ വചനങ്ങൾ കർത്താവെ സ്തോത്രം അവരുടെ ഹൃദയത്തിൽ കിടന്ന് കർത്താവെ സ്തോത്രം ഹൃദയത്തിൽ അത് ആഴമായി പതിച്ച് അത് പെരുകി അവരുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഇന്നേ ദിവസം ജോലിക്കായി പോകുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു, പഠനത്തിനായി പോകുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. പലവിധ ജോലികൾക്കായി പോകുന്ന, പലവിധ ആവശ്യങ്ങൾക്കായി പോകുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് കൂടെ എല്ലാം അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമയച്ച് അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. പിറന്നാൾ ആഘോഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. എല്ലാവരെയും കർത്താവെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു, യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അടിയനെയും കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയന്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കണക്കിലെടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സകലവും ക്ഷമിച്ച് കർത്താവെ സ്തോത്രം. അടിയങ്ങളെ ഹല്ലേലൂയ അവിടുത്തെ യാഗമായി സമർപ്പിക്കുന്ന പച്ച അങ്ങ് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് കർത്താവെ സ്തോത്രം ഏറ്റവും വേഗത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. ഇന്നേ ദിവസം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിച്ചു കാത്തുകൊള്ളുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശുഭദിനം. ആമേൻ.